കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും വോട്ടർ പട്ടിക പരിഷ്കരണവും ഒരുമിച്ച് നടക്കുന്നത് അസാധാരണമല്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിലെ SIR മാറ്റിവെക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചത്. BLOമാരുടെ മരണം SIRലെ ജോലിഭാരം കൊണ്ടല്ലെന്നും SIRന് എതിരായ ഹർജികൾ തള്ളണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. SIR തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമല്ല. കണ്ണൂരിൽ BLO ആയിരുന്ന അനീഷ് ജോർജിന്റെ മരണം SIRന്റെ ജോലിഭാരം കൊണ്ടാണെന്ന് ആരും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പും സ്പെഷ്യൽ സമ്മറി റിവിഷനും ഒരുമിച്ചായിരുന്നു നടന്നത്. സ്പെഷ്യൽ സമ്മറി റിവിഷനും SIRും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. SIR കാരണം സംസ്ഥാനത്തിന്റെ ഭരണം സ്തംഭനാവസ്ഥയിൽ എത്തുമെന്ന വാദത്തിൽ കാമ്പില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പറഞ്ഞു. കണ്ണൂരിലെ BLO ആയിരുന്ന അനീഷ് ജോർജിന്റെ മരണം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ആത്മഹത്യയ്ക്ക് കാരണം ജോലി സമ്മർദ്ദമാണ് എന്നതിന് യാതൊരു രേഖയുമില്ല. കേരളം നൽകിയ SIRനെതിരായ ഹർജികൾ പിഴയോടെ തള്ളണമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. അതേസമയം രാജസ്ഥാനിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ ജോലിക്കിടെ ബൂത്ത് ലെവൽ ഓഫീസർ മരിച്ചു. 42-കാരനായ അനുരാജ് ഖാർഗെയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ SIR ജോലികൾ പൂർത്തിയാക്കുന്നതിനിടെയായിരുന്നു മരണം. ജോലി ഭാരത്താൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുരാജ് ഖാർഗെ സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. അടുത്ത ദിവസങ്ങളിലായി SIR ജോലികൾ രാത്രി വൈകിയും അനുരാജ് ഖാർഗെ ചെയ്തിരുന്നുവെന്നും ഇത് ശാരീരികമായും മാനസികമായും അദ്ദേഹത്തെ തളർത്തിയിരുന്നുവെന്നും സഹോദരി പറഞ്ഞു. സംഭവ ദിവസവും രാത്രിയിലും വളരെ വൈകിയും വോട്ടർമാരുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുകയായിരുന്നു അനുരാജ്. ഇതിനിടെ ചായ വേണമെന്ന് പറഞ്ഞു. ഉടൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഭാര്യയിലെ സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ് അനുരാജ്. 2012-ലാണ് സർക്കാർ സർവീസിന് ജോലി ലഭിച്ചത്. അതോടൊപ്പം ഉത്തർപ്രദേശിലും സമാന സാഹചര്യത്തിൽ BLO മരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദാംപൂരിലെ 56-കാരി ശോഭാ റാണിയാണ് മരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. അംഗൻവാടി ജീവനക്കാരിയായ ശോഭാ റാണി ആരോഗ്യ പ്രശ്നങ്ങളും നേരിട്ടിരുന്നു. രാത്രിയിൽ SIR നടപടിക്രമങ്ങൾ ചെയ്യുന്നതിനിടെ ശോഭാ റാണിക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. മകന്റെ വിവാഹം അടുത്തിടെ നടക്കാനിരിക്കെയാണ് ശോഭാ റാണിയുടെ മരണം. SIR ജോലിയുടെ സമ്മർദ്ദവും മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ആലോചനകളും കാരണം ശോഭാ റാണി മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ഭർത്താവ് പറഞ്ഞു.